അഖിൽമാരാർ 2020 വിട്ടേ, അഖിൽമാരാർ 2020 വിട്ടേ. അത്രയും വേണ്ടല്ലേ? അഖിൽമാരാർ 2020 വിട്ടു, ഇത്രേ ഉള്ളൂ. ഞാനേ ഒരു ചാനലിൽ ഇത്ര ഓളിത്തിലാണ് കേട്ട ആദ്യമേ 2020 വിട്ടേ 2020 വിട്ടേ എന്നാണ് കേട്ടത്. ഞാൻ വിചാരിച്ചത് ഏതോ ക്രിക്കറ്റ് കളിക്കാരൻ 2020 വിട്ടു, ഇനി ഏകദിനവും ടെസ്റ്റോ കളിക്കുള്ളൂ എന്നുള്ള തീരുമാനം എടുത്തു. ആ വാർത്തയാണെന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പോഴാണ് അറിയണത് ഈ അഖിൽമാരാർ 2020 വിട്ടു എന്നുള്ള വാർത്ത കേൾക്കണം. ഇനിയിപ്പോ അദ്ദേഹം 2020 വിട്ടു എന്ന് പറഞ്ഞാൽ വലിയൊരു വാർത്തയൊന്നുമില്ല. പക്ഷെ അദ്ദേഹം വിജയിച്ച് ഒരു MLA ആയിരുന്നെങ്കിൽ അഖിൽമാരാർ 2020 വിട്ടേ എന്ന് പറയായിരുന്നു. അഖിൽമാരാരെ ഈ 2020 സ്ഥാനാർത്ഥിയായിട്ട് തൃക്കാക്കരയിൽ മത്സരിക്കാനുണ്ടായ സാഹചര്യം എന്താണ്, എങ്ങനെയായിരുന്നു? എന്നെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് പുള്ളി 2020 ചേർന്ന് ഞാൻ അനൗൺസ് ചെയ്തു. പിന്നെ നമ്മൾ പെട്ടുപോയില്ലേ? അങ്ങനെയായിരുന്നോ? അതും ഇല്ലാത്ത ട്രാപ്പായി പോയല്ലോ. ഇത് പെണ്ണാലോചിച്ച് ചെന്നപ്പോ തന്നെ പിടിച്ച് കെട്ടിച്ച പോലെ ആയിപ്പോയല്ലോ. സാബു ജേക്കബ് പറയുന്നത് അഖിൽമാരാർ 2020 സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കണ്ട എന്ന് പറഞ്ഞതാണ്. എന്നിട്ട് കാല് പിടിച്ച് കരഞ്ഞിട്ടാണ് താങ്കൾക്ക് സീറ്റ് തന്നതാണ് അദ്ദേഹം പറയുന്നത്. ചുമ്മാ ആയിരിക്കും അല്ലേ? അങ്ങനെയൊന്നും ആയിരിക്കില്ല. 40 കോടിയോളം രൂപ 2020 BJPയിൽ നിന്ന് ഫണ്ട് കിട്ടിയിട്ടുണ്ട്. അല്ല, 40 കോടി കിട്ടണം. കാരണം പാർട്ടിയുടെ പേര് തന്നെ 2020 എന്ന 20 + 20 = 40. അപ്പോൾ 40 കോടി. പാർട്ടിയുടെ പേര് 50-50 ആക്കിയായിരുന്നെങ്കിൽ സാബു സാറിന് 100 കോടി കിട്ടിയാൽ. സത്യത്തിൽ സാബു ജേക്കബിന് 40 കോടി രൂപ BJPയിൽ നിന്ന് കിട്ടിയെന്നുള്ളത് അഖിൽമാരാരോട് ആര് പറഞ്ഞു? BJPയുടെ തന്നെ പല നേതാക്കന്മാരിൽ നിന്നും ഞാൻ അറിയാൻ കഴിഞ്ഞത് 40 കോടിയോളം രൂപ 2020 BJPയിൽ നിന്ന് ഫണ്ട് കിട്ടിയിട്ടുണ്ട്. അത് ശരി. അപ്പൊ കൊടുത്തവര് തന്നെ പറഞ്ഞു കൊളവാക്കി. ഇതേ സമയം നമ്മൾ പുറത്തു നിന്ന് പഴികൾ കേട്ടോണ്ടിരിക്കുകയാണ്. കോടിക്കണക്കിന് രൂപ കിട്ടി. അഖിൽമാരാര് അതെന്താണെന്നറിയാവോ? ഈ NDA എന്ന് പറയുന്ന പാർട്ടി ഒരു ചക്കരക്കുടമാണ്. കാരണം ഒത്തിരി ഫണ്ടുള്ള ഒരു പാർട്ടിയാണ്. കിറ്റക്സ് സാബു ജേക്കബ് സാറും അത്യാവശ്യം ഫണ്ടൊക്കെ ഉള്ള ആളാണ്. അപ്പൊ അവരുടെ ഒരു പാർട്ടിയിലോട്ടൊക്കെ അവരുടെ ഒരു കാൻഡിഡേറ്റ് ആയിട്ടൊക്കെ നമ്മൾ മത്സരിച്ച് കഴിയുമ്പോൾ എന്തെങ്കിലുമൊക്കെ കിട്ടും എന്നുള്ള പ്രതീക്ഷ എല്ലാവർക്കും ഉണ്ട്. ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ, ഈ ചക്കരക്കുടത്തിൽ വീണ ആളുകൾ ഒന്ന് നക്കാതെ പോരുവോ? അതുകൊണ്ട് ആളുകൾ ചോദിക്കുന്നതാ. ഒന്നും കിട്ടിയില്ലല്ലേ? നക്കാൻ കിട്ടിയില്ല. അപ്പൊ ഒരു പഴയ പഴമൊഴി നമുക്കൊന്ന് തിരുത്തണം. തല്ലുകൊള്ളാൻ ചെണ്ടയും കാശ് വാങ്ങാൻ മാരാരും എന്നുള്ള പഴമൊഴി മാറ്റിയിട്ട് തല്ലുകൊള്ളാൻ മാരാരും കാശ് വാങ്ങാൻ സാബു എന്നാക്കി മാറ്റണം. ഞാൻ 20 ലക്ഷം രൂപ കൊടുത്ത് വാങ്ങിയ BMW ബൈക്ക് വിൽക്കുന്നത് തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. 20 ലക്ഷം രൂപയുടെ ബൈക്ക് വിറ്റോ? അപ്പൊ സ്രാവിനെ കൊളുത്തിയിട്ട് തിമിംഗലത്തിനെ പിടിക്കാൻ നോക്കിയതാ. തിമിംഗലം ഒട്ട് കിട്ടിയുമില്ല, കയ്യിലിരുന്ന സ്രാവ് പോവുകയും ചെയ്തു. 2.5 മാസമായിട്ട് ഒന്ന് വിളിച്ചിട്ടില്ല, ഒരു മെസ്സേജ് അയച്ചിട്ടില്ല. മാരാരെ അങ്ങനെ പറയരുത്, പുള്ളി തിരക്കുള്ള ആളല്ലേ. നോമിനേഷൻ കൊടുക്കുന്ന ഒരു ദിവസം മാത്രമാണ് 2020 ചെയർമാനായ സാബു ജേക്കബ് നമ്മുടെ അടുത്ത് വന്നത്. നമ്മൾ വിചാരിച്ചു തൃപ്പൂണിത്തുറ പുള്ളി ഫുൾ ടൈം ഉണ്ടെന്ന്. അവിടെയും ഇല്ല. പുള്ളി കൊണ്ടുവന്ന് നിർത്തി അത്രേ ഉള്ളൂ. പിന്നെ പുള്ളിക്ക് ഫുൾ ടൈം കൂടെ നടക്കാൻ പറ്റുമോ? അദ്ദേഹം വലിയൊരു ബിസിനസ് മാനാണ്. കാൻഡിഡേറ്റിനെ കൊണ്ടുവന്ന് വെക്കുക, ഇത്രേ ഉള്ളൂ പുള്ളിക്ക് ഡ്യൂട്ടി. പിന്നെ പൊട്ടാൻ വേണ്ടി പുള്ളി കൂടെ നടക്കേണ്ട കാര്യമില്ലല്ലോ. അത് പൊട്ടുമെന്ന് പുള്ളിക്ക് അറിയാം. പിന്നെ പുള്ളിയുടെ സമയമൊക്കെ എന്തിനാ പുള്ളി വേസ്റ്റ് ആക്കണത്? കൊട്ടാരക്കര ഇല്ല എന്നുണ്ടെങ്കിൽ ഏത് മണ്ഡലം നോക്കണം എന്ന് പറഞ്ഞ സമയത്ത് ഞാൻ ആദ്യം പറയുന്നത് നിയമം നോക്കിക്കോളൂ, അല്ലെങ്കിൽ പിണറായി വിജയന്റെ തലശ്ശേരി ധർമ്മടം നോക്കിക്കോളൂ എന്നാണ്. സഖാവ് പിണറായി സഖാവിനെതിരായിട്ടോ? അതിമോഹമാണ് മോനെ, അതിമോഹം. അഖിൽമാരാരെ തൃക്കാക്കരെ നിന്നാലും കൊട്ടാരക്കരെ നിന്നാലും കോട്ടയത്ത് നിന്നാലും കൊല്ലത്ത് നിന്നാലും നേമത്ത് നിന്നാലും റിസൾട്ട് ഒന്നാണ്, പൊട്ടും. ബിഗ് ബോസ് അല്ല രാഷ്ട്രീയം. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഞാൻ പറയുന്നു, സാറെ വിഷമിക്കണ്ട, നമുക്ക് ആത്മാർത്ഥമായി തന്നെ രാഷ്ട്രീയ പ്രവർത്തനം നടത്താം. 2020 കൊല്ലം ജില്ലാ പ്രസിഡന്റായിട്ട് നിങ്ങൾ എന്നെ വെക്ക്. കൊല്ലം ജില്ലാ പ്രസിഡന്റ് ആകാന്നോ? അതിന് കൊല്ലത്ത് എവിടെയും 2020? ആകപ്പാട് എറണാകുളം ജില്ലയിൽ മാത്രമേ ഉള്ളതാണ് 2020. അതിന് കൊല്ലം ജില്ലയിലെ പ്രസിഡന്റ് ആകുന്നുണ്ട്. എന്ത് മണ്ടത്തരമാണ് ആ ചോദ്യം തന്നെ. എറണാകുളം ജില്ലയിലെ പ്രസിഡന്റോ സെക്രട്ടറിയോ ആണോന്ന് പറഞ്ഞാൽ പിന്നെ ഉണ്ട്. എന്നിട്ടും ജേക്കബ് സാർ സമ്മതിച്ചില്ലേ? അപ്പൊ നിങ്ങളുടെ കഴിവിൽ അദ്ദേഹത്തിന് അത്രക്ക് വിശ്വാസമുണ്ട്. ഒരു പ്രവർത്തകർ ഇല്ലാത്തടത്ത് പോലും ആക്കിയില്ല. പിന്നെ അഖിൽമാരാർ ഒരു കാര്യം മനസ്സിലാക്കണം. അഖിൽമാരാർ ഇപ്പൊ 2020 വിട്ടുപോയെന്ന് പറഞ്ഞ് സാബു ജേക്കബ് സാറിന് ഒന്നും സംഭവിക്കാൻ പോണില്ല. കാശില്ലാത്തവനുണ്ടാക്കിയ പാർട്ടിയാണ് 2020 എങ്കിൽ ഇപ്പോൾ അത് തെണ്ടി ആയാനെ. ഇത് കാശുള്ള സാബു ജേക്കബിന്റെ പാർട്ടിയാണ്. അദ്ദേഹത്തിന്റെ കയ്യിൽ കാശുള്ളിടത്തോളം കാലം ആരൊക്കെ പോയാലും 2020 മുന്നോട്ട് പോകും. അദ്ദേഹം തന്ത്രങ്ങളും കുതന്ത്രങ്ങളും എല്ലാം പഠിച്ചു വന്നിട്ടുള്ള ഒരു ബിസിനസ്മാനാണ്. ആട് കണ്ണുരുട്ടി ആനിനെ പേടിപ്പിക്കാൻ നിൽക്കണ്ട. താങ്കൾക്കൊരു ചിന്തയുണ്ട്, ഞാനാണ് ഏറ്റവും വലിയവൻ, ഞാനാണ് ഏറ്റവും കൂടുതൽ അറിവുള്ളവൻ, ഞാനാണ് ഈ നാട്ടിലെ ബാഹുബലി. അതൊക്കെ മാറ്റുക. ഞാനൊരു സാധാരണ അഖിൽമാരാർ, അത്രേ ഉള്ളൂ. ഇന്ത്യയിലേക്ക് പോയതിനു ശേഷം എനിക്ക് വരുമാനം വരുന്നത് അവസാനിച്ചു. എന്നോട് അത്രയും അടുപ്പോൾ എന്നെ മനസ്സിലാക്കുന്ന ആൾക്കാർ എന്നെ വിളിച്ചത് മാറ്റി നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പല വരുമാനങ്ങളും അവസാനിച്ചു. ഇതേ സമയം നമ്മൾ പഴി കേൾക്കേണ്ടി വരുന്നു. അഖിൽമാരാറെ, നിങ്ങൾ ബിഗ് ബോസിൽ മത്സരിച്ച് കപ്പെടുത്തപ്പോൾ നിങ്ങൾ സുഗന്ധമായിരുന്നു. അതിനുശേഷം നിങ്ങൾ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയപ്പോൾ ആ സുഗന്ധം മാറി നിങ്ങൾ ദുർഗന്ധമായി. കാരണം നിലപാട് മാറ്റം. ഇന്ന് പറഞ്ഞല്ല നാളെ പറയുന്നത്, നാളെ പറഞ്ഞല്ല മറ്റൊന്ന് പറയുന്നത്, എല്ലാം മാറി മാറി പറയുന്നു. താങ്കളുടെ സാമീപ്യം ആരും ഇഷ്ടപ്പെടാതായി. അതുകൊണ്ടാണ് താങ്കൾക്ക് അവസരങ്ങളൊക്കെ നഷ്ടപ്പെട്ടത്, ഉദ്ഘാടനങ്ങളൊക്കെ നഷ്ടപ്പെട്ടത്, താങ്കളുടെ സുഹൃത്ത് ബന്ധങ്ങൾ പോലും പലതും നഷ്ടപ്പെട്ടത്, സ്വന്തം അച്ഛൻ പോലും താങ്കളോട് മിണ്ടാതായത്. താങ്കളുടെ നിലപാട് മാറ്റത്തെ കുറിച്ച് നമ്മുടെ രമേശ് പിഷാരടി പറഞ്ഞത് ഒന്ന് കേൾക്കാം. എന്തായാലും കുറ്റോ മോശമൊക്കെ അല്ലേ പറഞ്ഞിട്ടുണ്ട്, അതേ പറയാൻ സാധ്യതയുള്ളൂ. അങ്ങനെ പറഞ്ഞാലും ചിലപ്പോൾ ഒരാഴ്ച കഴിയുമ്പോൾ ഞാൻ വളരെ മഹാനാണെന്നും നല്ല മനുഷ്യനാണെന്നും പുള്ളിനെ തിരുത്തി പറയും.
ഇപ്പൊ ഞാൻ ഈ പറഞ്ഞതിന് പുള്ളി എന്തെങ്കിലും അഭിപ്രായം പറയും, അതിന് നിങ്ങൾ ആരും മറുപടി ഒന്നും പറയാൻ നിൽക്കേണ്ട. ഇപ്പൊ ഒരാഴ്ച കഴിയുമ്പോൾ അത് പിന്നെയും തിരുത്തി പറയും. താങ്കളുടെ ഈ നിലപാട് മാറ്റം കാരണം താങ്കൾക്ക് സോഷ്യൽ മീഡിയയിൽ ഒരു ഓമന പേര് കിട്ടിയിട്ടുണ്ട്. ഞാനായിട്ട് ഉണ്ടാക്കിയതല്ല, ഞാൻ കണ്ടതാണ്. അതിൽ പലരും താങ്കളെ ഓന്തുമാരാരെന്ന് വിളിക്കാറുണ്ട്. മറ്റൊരു ദുർഗന്ധം, 10 മാസം ചുമന്ന് നൊന്തു പ്രസവിച്ച സ്ത്രീകളുടെ ആ പ്രസവ വേദന വളരെ നിസ്സാരവൽക്കരിച്ച് സംസാരിച്ച് എല്ലാ പ്രസവിച്ച പെണ്ണുങ്ങളുടെയും നിന്നും വായിന്ന് കേട്ടു. ആ ദുർഗന്ധത്തിന്റെ വ്യാപ്തി കൂട്ടി. ഇത്രയൊക്കെ പറഞ്ഞ കാര്യങ്ങൾ കേട്ടുകൊണ്ട് വൈൻഡപ്പിന് മുമ്പ് എന്തുകൊണ്ടാണ് നമ്മുടെ അഖിൽമാര 2020 നിന്നും വിടവാങ്ങിയത് എന്നുള്ളതിനൊരു ക്ലാരിഫിക്കേഷൻ നമുക്ക് വരുത്തണം. ചതിയിലൂടെ തൃക്കാക്കര മണ്ഡലത്തിൽ മത്സരിപ്പിച്ചതിനാണോ, തൃക്കാക്കര മണ്ഡലത്തിൽ നിന്ന് പൊട്ടിയതിനാണോ, കൊട്ടാരക്കരയിൽ മത്സരിപ്പിക്കാത്തതിനാണോ, 2-3 മാസമായിട്ട് ഒരു ഫോൺ വിളിയോ ഒരു മെസ്സേജോ സാബു ജേക്കബ് ചെയ്യാത്തതിനാണോ? അല്ല, 40 കോടി കിട്ടിട്ട് സാബു ജേക്കബ് അനിൽ മാരാർക്ക് 10 പൈസ പോലും കൊടുക്കാത്തത് കൊണ്ട്. അതാണ് അതിന്റെ ഒരു ഇത്. അതല്ലേ ശരി? നിങ്ങൾ കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യുക.